മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ സിനിമ ദൃശ്യം 3 തിയേറ്ററിൽ പോയി കണ്ടു. ദൃശ്യം 1ലും 2ലും സ്ക്രിപ്റ്റ് ആയിരുന്നു താരമെങ്കിൽ ദൃശ്യം 3ലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റിനേക്കാളും മേലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ഇമോഷനുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3യിൽ താരം ജോർജ് കുട്ടിയാണ്, അതായത് മോഹൻലാൽ. ജോർജ് കുട്ടി എന്ന കഥാപാത്രമായിട്ട് വിസ്മയിപ്പിക്കുകയാണ് നമ്മളെ ലാലേട്ടൻ. ഒരുപാട് ഇമോഷണൽ ലെയേഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി എന്നുള്ളത്. അപ്പോൾ ഈ ദൃശ്യം 3 എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹം നേരിടുന്നുണ്ട്. മോഹൻലാൽ ഗംഭീരമായിട്ട് തന്നെ ആ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു, ഗംഭീര പെർഫോമൻസ്. ദൃശ്യം സീരീസിന്റെ ഒരു സെയിം സ്റ്റോറി ടെംപ്ലേറ്റ് തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി ഫാമിലി ഇമോഷൻ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ഇന്റർവെൽ പഞ്ച് വരുമ്പോൾ ഒരു ഗംഭീര ട്വിസ്റ്റ് വന്നിട്ട് നിർത്തുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ നല്ല എൻഗേജിങ് ആണ്. അവസാനത്തെ ഒരു 30 മിനിറ്റ് കത്തി കയറുന്നുണ്ട് സിനിമ. അപ്പോൾ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇന്റർവെൽ പഞ്ചിൽ കിട്ടിയ ഒരു കിക്ക് ക്ലൈമാക്സിൽ കിട്ടിയില്ല ഈ സിനിമയുടെ. ഇത് ചിലപ്പോൾ എൻ്റെ മാത്രം ഒരു അഭിപ്രായമായിരിക്കും. ക്ലൈമാക്സ് സീക്വൻസിലേക്ക് വന്നപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷനും കൺഫ്യൂഷനും എല്ലാം കൂടി മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു അവസ്ഥയായിട്ടാണ് ക്ലൈമാക്സ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തേക്ക് ഒരു വൻ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതൊരു ഇമോഷണൽ സംഭവമാക്കി മാറ്റി ജിത്തു ജോസഫ്. ജോർജ് കുട്ടിയുടെ കഥാപാത്രം ഒരിക്കലും ഒരു ക്ലാസിക് ക്രിമിനൽ ഒന്നുമല്ല. തന്റെ കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണക്കാരനായ 4ാം ക്ലാസ്സുകാരൻ. അപ്പോൾ ഏത് പ്രതിസന്ധിയെ നേരിടാൻ ജോർജ് കുട്ടി തയ്യാറായി തന്നെ നിൽക്കുകയാണ്. 4ാം ഭാഗം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ അറിയാം. ജിത്തു ജോസഫിന്റെ സ്ഥിരം മേക്കിംഗ് ശൈലി തന്നെയാണ് ഈ സിനിമയിലുള്ളത്. സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ആ ഒരു നാടകീയമായ ഒരു മേക്കിംഗ് ശൈലിയും കഥാപാത്രങ്ങളുടെ നാടകീയമായ ഒരു ഡയലോഗ് ഡെലിവറി, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെ ഓവർ ആക്ടിങ്, അതൊക്കെ ഒരു കല്ലുകടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ആ ഒരു എഴുത്ത്, ആ ഒരു കഥാപാത്രത്തിന്റെ ആർക്ക് നല്ല രീതിയിൽ തന്നെ ജിത്തു ജോസഫ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ ലാലേട്ടൻ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അനിൽ ജോൺസന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് സിനിമയുടെ മറ്റൊരു പോസിറ്റീവ്. നല്ല രസമായിട്ട് തന്നെയാണ് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പുള്ളി സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ത്രൂ ഔട്ട് സിനിമേനെ നന്നായിട്ട് തന്നെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സതീഷ് കുറുപ്പിന്റെ DOP, VS വിനായകന്റെ എഡിറ്റിംഗും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിനിമയിലെ മറ്റു പെർഫോമൻസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മീന, അൻസിബ, ഏസ്തർ, സിദ്ദീഖ് എന്നിവരൊക്കെ നല്ല ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്ലോട്ട് ട്വിസ്റ്റുകൾക്ക് ഉപരി കഥാപാത്രങ്ങളുടെ ഇമോഷന് പ്രാധാന്യം കൊടുത്താണ് ദൃശ്യം 3 അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ദൃശ്യം 1ഉം 2ഉം വെച്ച് നോക്കുകയാണെങ്കിൽ അതിലും താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ദൃശ്യം 3 എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമയേക്കാൾ മുകളിൽ നിൽക്കുന്നത് ജോർജ് കുട്ടി എന്ന കഥാപാത്രവും മോഹൻലാലിന്റെ പെർഫോമൻസുമാണ്. ലാലേട്ട, ഹാപ്പി ബർത്ത്ഡേ. അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.